ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വരുന്നത് RS കുറുമയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. സോ അപ്പോൾ ഇതിൽ 6ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലെ പോർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് 5ാമത്തെ ചാപ്റ്റർ വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിലെ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ വീഡിയോസ് ഒക്കെ ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 2nd ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക കാണാം. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ടോപ്പിക്സ് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് സെൻട്രോയിഡ് മെത്തേഡ്സ് ഫോർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് gravity by geometrical consideration, center of gravity by moment, axis of reference, center of gravity of plane figure, center of gravity of symmetrical sections, center of gravity of unsymmetrical sections, center of gravity of solid bodies, center of gravity of section with cut out holes. ഇത്രയാണ് എന്ത് ചെയ്യുന്നതിനകത്തുള്ള പോർഷൻസ് വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എക്സാമിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സിമെട്രിക് സെക്ഷൻ ആൻഡ് സിമെട്രിക് സെക്ഷൻ, then solid body, then cut out holes. അപ്പോൾ ഇതൊക്കെ വരുന്ന എന്താണ് എക്സാമിന് വരുന്ന പാർട്ടാണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ടെന്ന്. It has been established since long that every particle of a body is attracted by Earth towards its center. The force of attraction, which is proportional to the mass of particle, acts vertically downwards and is known as weight of the body. As the distance between different particles of a body and center of Earth is same, therefore these forces may be taken to act along parallel lines. ഒരു ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എർത്ത് ഒരു ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അട്രാക്ട് ഉണ്ടായിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും, മാസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. എങ്ങനെയായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് is known as weight of the body. അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇതിനെ വിളിക്കുന്നവരാണ് എന്ത്, വെയിറ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, ആസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്ടിക്കിൾ ഓഫ് എ ബോഡി ആൻഡ് സെന്റർ ഓഫ് എർത്ത് ഈസ് സെയിം, therefore these forces may be taken as act along parallel lines. ഇപ്പൊ എന്താണ്, ഒരു പാർട്ടിക്കിൾ തന്നെ എന്താണ് ഡിഫറെന്റ് പാർട്സ്, അതും ഈ ഒരു എർത്തിന്റെ സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ, സോ ഈ ഒരു ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, പാരലൽ ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. We have already discussed in 4.6 that a point may be found out in a body through which a resultant of all such parallel force act this point, through which the whole weight of the body acts irrespective of its position, is known as center of gravity. It may be noted that every body has one and only one center of gravity. ഫോഴ്സ് ആക്ട് ചെയ്യുന്നെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ റിസൾട്ടിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ ആ ഒരു പോയിന്റിനാണ് നമ്മൾ പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ആ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട്സ്, ആ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹോൾ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിനെ വിളിക്കുന്നതാണ് എന്ത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ദെൻ ഒരു ബോഡിക്ക് എന്തായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് സെൻട്രോയിഡ് എന്താണെന്ന് നോക്കാം. Plane figure like triangle, quadrilateral, circle have only areas but no mass. The center of area of such figure is known as centroid. സോ അപ്പോൾ നമ്മളൊരു പ്ലെയിൻ ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുക. സോ അപ്പോൾ അതിനെന്തുണ്ടായിരിക്കില്ല, മാസ് ഉണ്ടായിരിക്കില്ല, പിന്നെ അതിനെന്തുണ്ടായിരിക്കുള്ള ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദ സെൻറ്റർ ഓഫ് ഏരിയ ഓഫ് സച്ച് ഫിഗർ ഈസ് നോൺ ആസ് സെൻട്രോയിഡ്. അപ്പോൾ ആ ഒരു ഫിഗറിൻ്റെ ഏരിയ എന്താണ്, സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒരു ഏരിയയുടെ സെന്റർ എന്ന് പറയുന്നതാണ് എന്ത്, ഈ ഒരു സെൻട്രോയിഡ് എന്ന് പറയുന്നത്. മെത്തഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് സെൻട്രോയിഡ് ഓഫ് എ ഫിഗർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫൈൻഡിങ് ഔട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി. ഇൻ മെനി വിച്ച് others also write center of gravity for centroid and vice versa. Methods for center of gravity. The center of gravity or centroid may be found out by any one of the following two methods. By geometrical consideration,
ബൈ മൊമെന്റ്സ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ as matter of fact the graphical method is tedious and cumbersome method for finding out center of gravity of simple figures. That is why it has academics value only. But in this book we shall discuss procedure for finding out center of gravity for simple figure by geometrical consideration and by moments വൺ ബൈ വൺ. സോ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബൈ ജോമെട്രിക്കൽ കൺസിഡറേഷൻ അതുപോലെ തന്നെ ബൈ മൊമെന്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ബൈ ജോമെട്രിക്കൽ കൺസിഡറേഷൻ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നോക്കുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സിമ്പിൾ ഫിഗർ മേ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ജോമെട്രി ഓഫ് ഫിഗർ ആസ് ഗിവൺ ബിലോ. നമ്മൾ ജോമെട്രി യൂസ് ചെയ്തിട്ട് ഒരു ഫിഗറിന്റെ ജോമെട്രി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഫിഗർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെക്ടാംഗിൾ കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതിന്റെ ലെങ്ത് വരുന്നത് L ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആ ഒരു ഹൈറ്റ് നമുക്ക് എന്താ H എന്ന് എടുക്കാം. H എന്ന് തന്നിട്ടുണ്ട്. The center of gravity of a rectangle or parallelogram is at the point where its diagonals meet each other. It is also a middle point of length as well as the breadth of the rectangle. So ഇപ്പോൾ ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് എങ്ങനെയായിരിക്കും, അതിന്റെ ഡയഗണൽസ് രണ്ട് ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് റെക്ടാംഗിൾ ആൻഡ് പാരലലോഗ്രാം. ഇൻ കേസ് ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതിന് എന്തായിരിക്കും 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 4 ഇന്റേണൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോ 4 സൈഡ്സ് അല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് അതേപോലെ തന്നെ എന്തായിരിക്കും ഇന്റേണൽ ആംഗിൾസ് 4 എന്തായിരിക്കും സെയിം ആയിരിക്കും റെക്ടാംഗിളിന്റെ കേസിൽ മാത്രം. സോ റെക്ടാംഗിളിന്റെ കേസിൽ എന്താണ് ഈ ഒരു പാരലലോഗ്രാമിനെ എവിടെ ആയിരിക്കും ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. സോ ഇപ്പോൾ റെക്ടാംഗിളിന്റെ ആണെന്നുണ്ടെങ്കിൽ എവിടെ ആയിരിക്കും ലെങ്ത്തിന്റെ അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെയും ഒരു മിഡ് പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് റെക്ടാംഗിളിന്റെ കേസിൽ മാത്രം ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. അടുത്തത് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ ഈസ് അറ്റ് പോയിന്റ് വേർ 3 medians. A median is a line connecting the vertex and middle point of opposite side of a triangle meters. അപ്പോൾ എന്താണ് ഈ ഒരു ട്രയാങ്കിളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് അതായത് 3 മീഡിയൻസ് ആക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. സോ അപ്പോൾ മീഡിയൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈനാണ് എന്ത് ചെയ്യുന്നത് മീഡിയൻ എന്ന് പറയും. സോ അപ്പോൾ 3 മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രപ്പീസിയം വിത്ത് പാരലൽ സൈഡ്സ് A and B is at a distance of h/3 into b plus 2a/ba measured from side B. അപ്പോൾ അതിൻ്റെ ഫിഗർ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് ഒരു ട്രപ്പീസിയത്തിന്റെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. ബേസ് സൈഡ് ബേസിൽ നിന്ന് എന്ത് ചെയ്യാം h/3 into b plus 2a/b plus a ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ട്രപ്പീസിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഇതിനകത്ത് ഹൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത് h കൊടുത്തിട്ടുള്ളത്. ദെൻ ബി ബേസ് സൈഡ് ആണ്. ദെൻ അതിന്റെ പാരലൽ ആയിട്ട് വരുന്ന സൈഡിന്റെ ലെങ്ത് a ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെമി സർക്കിൾ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 4r/3π from its base measured along its vertical radius. എന്താണ് ബേസിൽ നിന്ന് എന്ത് ചെയ്യുക അലോങ് വെർട്ടിക്കൽ റേഡിയസിൽ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4r/3π ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കുലർ സെക്ഷൻ മേക്കിംഗ് എ സെമി vertical angle alpha is at a distance 2r/3 sin alpha by alpha from center of the sector measured along central axis. So ഈ ഒരു സർക്കുലർ സെക്ഷന്റെ കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യുക 2r sin alpha by alpha divided by 3 ആയിരിക്കും വരുന്നത്. അതിനടുത്തത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ക്യൂബ് at a distance L/2 from every face where L is the length of each side. ഒരു ക്യൂബിന്റെ കേസ് ആണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ ത്രീ ഡയമെൻഷണൽ ഫിഗർ ആണ് എന്ത് ചെയ്യുന്നത് ഒരു ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏത് ഫേസിൽ നിന്ന് L/2 ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. The center of gravity of a sphere is at a distance d/2 from every point where d is the diameter of the sphere. അപ്പോൾ സ്പിയറിൻ്റെ പറയുമ്പോൾ എവിടെയായിരിക്കും അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. The center of gravity of a hemisphere is at a distance 3r/8 from its base measured along a vertical radius. അപ്പോൾ ബേസിൽ നിന്ന് എന്ത് ചെയ്യുക അലോങ് വെർട്ടിക്കൽ റേഡിയസിൽ മെഷർ ചെയ്യണമെങ്കിൽ 3r/8 ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു ഹെമിസ്ഫിയറിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് റൈറ്റ് സർക്കുലർ സോളിഡ് കോൺ. അപ്പോൾ അതിൻ്റെ നമുക്കിൽ center of gravity of a right circular solid cone is at a distance h/4 from its base measured along the vertical axis. സോ ഇപ്പോൾ h ആണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. സോ അപ്പോൾ h/4 ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെഗ്മെന്റ് ഓഫ് എ സ്പിയർ ഓഫ് എ ഹൈറ്റ് h is at a distance of 3/4 into 2r minus h the whole square by 3r minus h from center of sphere measured along height. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്പിയറിന്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക അലോങ് ഇറ്റ്സ് ഹൈറ്റ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3/4 into 2r minus h by 3r minus h into 2r minus h അത്രയും ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബൈ മൊമെന്റ്സ്. അപ്പോൾ മൊമെന്റ്സ് യൂസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി മേ ഓൾസോ ബി ഫൗണ്ട് ഔട്ട് ബൈ മൊമെന്റ്സ്. കൺസിഡർ എ ബോഡി of mass m whose center of gravity is required to be found out. Divide body into small masses whose center of gravity are known. So എന്ത് ചെയ്യാം നമുക്ക് ഒരു ബോഡി ഓക്കെ എം മാസുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യുക. സോ നമ്മൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഓക്കെ സോ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ദ ബോഡി ഇൻറ്റു സ്മോൾ മാസസ് ഹൂസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആർ നോൺ. നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അറിയുന്ന സ്മോൾ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ബോഡീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ ലെറ്റ് m1 m2 m3 etc. be the mass of the particles and x1 y1 x2 y2 and x3 y3 be the coordinate of center of gravity from a fixed point O. നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫിക്സഡ് പോയിന്റ് ഓയിൽ നിന്ന് എം മാസ് അതായത് m1 മാസുള്ള ഒരു ഡിവിഷൻ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ബോഡിയിലെ ഒരു പാർട്ട് കൺസിഡർ ചെയ്യുക. ഒരു പാർട്ടിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് x1 y1 ആണെന്ന് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു കേസ് m2. ഓക്കെ സോ അപ്പോൾ ആ ഒരു m2 എന്ന് പറയുന്നത് ഈ ടോട്ടൽ ബോഡിയിലെ ഒരു പാർട്ടാണ്. തന്നെ ആ ഒരു m2 മാസിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് x2 y2ലാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ n നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിനെ ഡിവൈഡ് ചെയ്തു. സോ അപ്പോൾ അതിൻ്റെയൊക്കെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്ന ഓരോ പോയിന്റ്സും ഓരോ കോർഡിനേറ്റും നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. ലെറ്റ് x bar and y bar be the coordinate of the center of gravity of the body. From principle of moments we know നമുക്ക് ഈ ഒരു ടോട്ടൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു കോർഡിനേറ്റ് x bar y bar ആണെന്ന് എടുക്കുക, ജസ്റ്റ് എടുക്കുക. സോ ഇപ്പോൾ m into x bar is equal to m1 x1 plus m2 x2 plus m3 x3 plus etc. സോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ സോ അപ്പോൾ അത് ഫ്രം പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡെറിവേഷൻ വരുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ സോ ഇപ്പോൾ x bar is equal to sum of m into mi x എന്ന് എടുക്കുക ഡിവൈഡ് ബൈ m. അതുപോലെ തന്നെ y bar കണ്ടുപിടിക്കാൻ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. സം ഓഫ് m into y ഡിവൈഡ് ബൈ m. then m is equal to sum of the masses ആയിരിക്കും വരുന്നത്. Axis of reference. The center of gravity of a body is always calculated with reference to some assumed axis known as axis of reference or sometimes with reference to some point of reference. So axis of reference എന്താണെന്ന് നോക്കാം. The center of
gravity of a body is always calculated with a reference to some assumed axis. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഒരു റെഫറൻസ് ആക്സിസ് എടുത്തിട്ടായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ സം അസ്യൂംഡ് ആക്സിസ്, ഒരു ആക്സിസ് അസ്യൂം ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിസ് ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ദ ആക്സിസ് ഓഫ് റെഫറൻസ് ഓഫ് പ്ലെയിൻ ഫിഗർ ഈസ് ജനറലി ടേക്കൺ ആസ് ലോവസ്റ്റ് ലൈൻ ഓഫ് ഫിഗർ for calculating y bar and left line of figure for calculating x bar. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിലെ y bar കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, ലോവസ്റ്റ് ലൈൻ കൺസിഡർ ചെയ്യാം. ദെൻ x bar കണ്ടുപിടിക്കാൻ y bar കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ലോവസ്റ്റ് ലൈൻ കൺസിഡർ ചെയ്തു. x bar കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ പ്ലെയിൻ the plane geometrical figures such as T section, I section, L section have only areas but no mass. Center of gravity of such figures is found out in same way that of solid bodies. The center of area of such figure known as a centroid and coincide with the center of gravity of figure. So അപ്പോൾ നമ്മൾ പ്ലെയിൻ ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ടി സെക്ഷൻ, ഐ സെക്ഷൻ, അപ്പോൾ ഇതിനൊക്കെ ഒന്നും ഉണ്ടായിരിക്കില്ല, മാസ് ഉണ്ടായിരിക്കില്ല, എന്താ ഉണ്ടായിരിക്കുള്ളൂ, ഏരിയ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സച്ച് ഫിഗേഴ്സ് ഫൗണ്ട് ഔട്ട് ഇൻ സെയിം വേ ആസ് ദാറ്റ് ഓഫ് സോളിഡ് ബോഡീസ്. അപ്പോൾ നമ്മൾ സോളിഡ് ബോഡീസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇവരുടെ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദ സെന്റർ ഓഫ് ഏരിയ ഓഫ് സച്ച് ഫിഗർ ഈസ് നോൺ ആസ് സെൻട്രോയിഡ്. സോ ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ ഇറ്റ് coincide with the center of gravity of figure. So ഇപ്പോൾ ആ ഒരു ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സെൻട്രോയിഡ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് യൂസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫോർ സെൻട്രോയിഡ് ആൻഡ് വൈസ് വേഴ്സ. നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രോയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജസ്റ്റ് എന്ത് യൂസ് ചെയ്യാം. ലെറ്റ് എക്സ് ബാർ ആൻഡ് വൈ ബാർ ബി ദ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു സം ആക്സിസ് ഓഫ് റെഫറൻസ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു a1 x1 plus a2 x2 plus a3 x3 plus etc by a1 plus a2 plus a3. സോ ഇപ്പൊ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ അവിടെ നമ്മൾ മൊമെന്റ് ആണ് എടുത്തത്. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എടുത്തത്. നമ്മൾ ഇവിടെ എടുക്കുന്നത് മാസിൽ ഏരിയ ആണ് എടുക്കുന്നത്. അപ്പോൾ വൈ ബാർ കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, a1 y1 plus a2 y2 plus a3 y3 etc ഡിവൈഡ് ബൈ a1 plus a2 plus a3. ദെൻ ഇപ്പോൾ a1 a2 a3 എന്ന് പറയുന്നത് എന്താണ്, ദ ഏരിയ into which the whole figure is divided. സോ അപ്പോൾ നമ്മൾ അവിടെ മാസിനെ എന്ത് ചെയ്തു, m1 m2 അതായത് m1 മാസ് m2 മാസ് m3 മാസ് എന്നുള്ള സ്മോൾ മാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, a1 a2 a3 എന്ന് പറഞ്ഞിട്ട് ഫിഗറിനെ, ഹോൾ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ പോർഷൻ്റെ ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു a1 a2 a3 എന്ന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആർ റെസ്പെക്റ്റീവ് ടു ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ആക്സസ് areas a1 and a3 on x-axis with respect to same axis of reference y1 y2 y3 etc respective coordinate of areas a1 a2 a3 on y-axis with respect to same axis of reference. While using the above formula, x1 x2 x3 are y1 y2 y3 or x bar y bar must be measured from same axis of reference or point of reference on same side. If figure is on both side of axis of reference, then the distance in one direction are taken as positive and those in opposite direction must be taken as negative. അപ്പോൾ നമുക്ക് സിമെട്രിക് ഫിഗേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പം എന്താണ്, ഇപ്പോൾ പോസിറ്റീവ് ഈ ഫിഗർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആക്സിസ് റെഫറൻസ് ദെൻ ഡിസ്റ്റൻസ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള നമ്മൾ എന്ത് ചെയ്യാം, സിമെട്രിക് ഫിഗേഴ്സിന്റെ കേസിലാണ് ഒരു ഡയറക്ഷനിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിസിന് ഒരു ഡയറക്ഷനിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, മറ്റേ ഡയറക്ഷനിലുള്ള നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ട് എടുക്കുക. Then അടുത്തത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സിമെട്രിക്കൽ സെക്ഷൻ. സിമെട്രിക്കൽ സെക്ഷൻസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. Sometimes the given section whose center of gravity is required to be found out is symmetrical about x-axis or y-axis. In such cases, procedure for calculating center of gravity of both of the body is very much simplified as
we have only to calculate x bar or y bar. This is due to reason that center of gravity of body will lie on axis of symmetry. ഇപ്പോൾ സിമെട്രിക്കൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ് ആക്സിസിനോ അല്ലെങ്കിൽ വൈ ആക്സിസിനോ എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. സോ അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ എക്സ് ബാർ അല്ലെങ്കിൽ വൈ ബാർ കണ്ടുപിടിച്ചാൽ മതി. Center of gravity of unsymmetrical section. Sometimes the given section whose center of gravity is required to be found out is not symmetrical either about x-axis or y-axis. In such case, we have to find both the values of x bar and y bar. Unsymmetric section ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് എന്താണ്, എക്സ് ആക്സിസിനും സിമെട്രിക് അല്ല, വൈ ആക്സിസിനും സിമെട്രിക് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ് ബാറും കാണണം വൈ ബാറും കാണണം. Center of gravity of a solid bodies. Center of gravity of solid bodies such as hemisphere, cylinder, right circular, solid cone, etc. is found out in same way as that of plane figure. The only difference between plane figure and solid bodies is that in case of solid bodies, we calculate volumes instead of area. The volumes of few solid bodies are given below. അപ്പോൾ നമ്മൾ സോളിഡ് ബോഡീസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സോളിഡ് ബോഡീസ്, അപ്പോൾ കുറച്ച് സോളിഡ് ബോഡീസ് നമ്മൾ കൺസിഡർ, ഇപ്പോൾ ഒരു ഹെമിസ്ഫിയർ, ദെൻ സിലിണ്ടർ, ദെൻ ഒരു റൈറ്റ് സർക്കുലർ കോൺ, ഫൗണ്ട് ഔട്ട് ഇൻ സെയിം വേസ് ദാറ്റ് ഓഫ് പ്ലെയിൻ ഫിഗർ. അപ്പോൾ പ്ലെയിൻ ഫിഗർ കാണുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സോളിഡ് ബോഡീനെയും എന്ത് ചെയ്യും, സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണുന്നത്. ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലെയിൻ figure and solid bodies is that in case of solid bodies we calculate volume instead of area. അപ്പോൾ നമ്മൾ ഇവിടെ മാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മാസിൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ പ്ലെയിൻ ഫിഗർ ആകുമ്പോൾ നമ്മൾ ഏരിയ എടുക്കും, ഇപ്പോൾ സോളിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വോളിയം ആണ് എടുക്കുന്നത്. സോ അപ്പോൾ അത്രയാണ് വ്യത്യാസം വരുന്നത്. സംടൈംസ് ദ ഡെൻസിറ്റി ഓഫ് ടു സോളിഡ്സ് ആർ ഡിഫറെന്റ്. ഇൻ സച്ച് കേസ് വി കാൽക്കുലേറ്റ് വെയ്റ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് വോളിയം ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി ഫൗണ്ട് ഔട്ട് as center of gravity of section with cutout holes. The center of gravity of such a section is found out by considering main section first as a complete one and then deducting the area of the cutout hole by taking area of the cutout hole as negative. Now substituting A2 as negative in the general equation for center of gravity we get. നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇപ്പോൾ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതൊരു സർക്കുലർ സെക്ഷൻ ആണ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, കട്ട് ഔട്ട് ഹോൾസ് ഉള്ള സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കാണുന്നുള്ള പ്രൊസീജിയറാണ് കൊടുത്തിട്ടുള്ളത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സച്ച് സെക്ഷൻ ഈസ് ഫൗണ്ട് ഔട്ട് ബൈ കൺസിഡറിങ് മെയിൻ സെക്ഷൻ. ഫസ്റ്റ് എന്ത് ചെയ്യുക, മെയിൻ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് സെക്ഷൻ ആയിട്ട് ദെൻ ഡിഡക്റ്റിംഗ് the area of the cutout hole by taking area of cutout hole as negative. എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ നമ്മൾ, അതായത് ഈ ഒരു കട്ട് സെക്ഷന്റെ ഏരിയ എന്ത് ചെയ്യുക, നെഗറ്റീവായി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിന് ഡിഡക്ട് ചെയ്യുക. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് A2 ആസ് നെഗറ്റീവ് ഇൻ ജനറൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ നെഗറ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ഇക്വേഷനിൽ വ്യത്യാസം വരുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു A1x1 മൈനസ് A2x2 ഡിവൈഡ് ബൈ A1 മൈനസ് A2. ഈ ഒരു കേസ് വൈ ബാർ കാണുമ്പോൾ വൈ ബാർ ഈസ് ഈക്വൽ ടു A1y1 മൈനസ് A2y2 ഡിവൈഡ് ബൈ A1 മൈനസ് A2 എന്ന് വരും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സോ അപ്പോൾ ഇതിനകത്തുള്ള ഈ ഫിഗേഴ്സൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ചെയ്ത് പഠിക്കാം. സോ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ടാൽ എല്ലാവർക്കും നന്ദി.